കണ്ണൂരിലെ ഗുണ്ടൽപേട്ട ആയി മാറുകയാണ് പിലാത്തറ അറത്തിപ്പറമ്പിലെ KKR ഹൗസ്. വീട്ടുമുറ്റത്തുള്ള 35 സെന്റ് സ്ഥലം ചെണ്ടുമല്ലിപ്പാടമാക്കി അറത്തിപ്പറമ്പിലെ KKR പ്രദീപനും കുടുംബവും സുഹൃത്തുക്കളും സെൽഫിക്കാരുടെ ഇടമായി മാറുകയാണ് ഇവിടം. KKR പ്രദീപിന്റെ വീട്ടുമുറ്റത്ത് നിറയെ പൂത്തു നിൽക്കുന്നത് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലികളാണ്. ഈ മനോഹര കാഴ്ച കാണാനും ഫോട്ടോ എടുക്കാനും റീൽസ് ചിത്രീകരണത്തിനുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. എന്നാൽ മക്കളുടെ ഇഷ്ടപ്രകാരമാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. ഇതിവർക്ക് കൊടുത്തതാകട്ടെ 100 മേനി വിളവും. KKR പ്രദീപൻ, ഭാര്യ C സുജിത, മക്കളായ ആദിത്യൻ, അദ്വിക എന്നിവരും സുഹൃത്തുക്കളായ അശ്വമി, ജിതേഷ്, ജയൻ, വിനോദ് എന്നിവരുമാണ് പൂന്തോട്ടമൊരുക്കിയതും പരിപാലിക്കുന്നതും. ഓണാഘോഷങ്ങൾക്ക് തുടക്കമായതോടെ വിദ്യാലയങ്ങളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ പൂക്കളമൊരുക്കാനുള്ള പൂവിനായി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. ചെണ്ടുമല്ലി കൃഷി ഇപ്പം നട്ടിരുന്ന വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കുറേ ആൾക്കാരെല്ലാം കുറേ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ അറത്തിപ്പറമ്പത്ത് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഒരു നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ അതുകൊണ്ടൊരു സന്തോഷം. ഇതിൻ്റെ തൈ വെള്ളൂരെ നനഞ്ഞ ഓണർ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ നടുമ്പം തന്നെ നമ്മൾ കുറച്ച് വളം ഇട്ടിട്ട് മിക്സ് ചെയ്ത് ആ കുഴിയിൽ നട്ടു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒരു 1-1.5 ആഴ്ച കഴിയുമ്പോൾ ലേശം യൂറിയ ഇട്ട് കൊടുത്തു. അപ്പോൾ ചെടി നല്ല ഉഷാറായി. പിന്നെ ആടുന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ആദ്യം കുറച്ചും കൂടി 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കുറച്ചും കൂടി വളമിട്ട് ഒരു മൂട കണക്കനെയാക്കി ഈ വേഗം ചാഞ്ഞ് വീഴുന്നുണ്ട് നല്ല ഇതിലാക്കി അത് കുറച്ച് ഒരു 3-4 സ്റ്റെപ്പ് അത് അതിൻ്റെ തിരി ഇങ്ങനെ വന്ന് തിരി അപ്പം മുകളിൽ നിന്ന് തിരി നുള്ളി അതിൻ്റെ ആടിന് കുത്തും. ആ തിരിയും മുളക്കുന്നുണ്ട്. അതും കൂടി ആ മണ്ണിൽ തന്നെ അതിൻ്റെ ഒരു സൈഡിലായി കുത്തി കൊടുത്തു. അതും മുളച്ചു. പിന്നെ നല്ല രീതിയിലായിട്ട് പോകും. ഇതെന്ന് രാവിലെ എല്ലാം എണീച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇറയത്ത് വന്നിരിക്കുമ്പോൾ നല്ല പൂ. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനെല്ലാം വരുമ്പോൾ നമ്മൾ പുറത്തെല്ലാം പോയിട്ടല്ലേ, നമ്മൾ ഇപ്പം പൈസ കൊടുത്തിട്ടായാലും നമ്മൾ പുറത്ത് പോയി ഫോട്ടോ എടുത്ത് കാണും. അത് നമ്മൾ വീട്ടിൽ വന്നിട്ട് ആൾക്കാരെടുക്കുമ്പോൾ നമ്മൾക്ക് അത്രയും സന്തോഷം. എല്ലാവരും ചോദിക്കും ഫോട്ടോ എടുത്തോട്ടെ. നമ്മൾ പറയും ആ ചെടിയൊന്നും പൊട്ടിക്കാതെ പൂവൊന്നും അവർ ഫോട്ടോ എടുക്കുന്നില്ലേ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും എടുത്തോ പറയും. നല്ല സന്തോഷം. ഇത് തുടങ്ങാറെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം കാട് കയറിയിട്ട് നമ്മൾ പച്ചക്കറി നടത്തില്ല. പച്ചക്കറി നടത്തി സീസൺ കഴിഞ്ഞല്ലോ. അപ്പം മഴക്കാലമായപ്പോൾ നല്ല ഒരുപാട് കാടെല്ലാം കയറി. അപ്പോൾ അതിങ്ങനെ യൂട്യൂബിലെല്ലാം ഇങ്ങനെ ഈ ചെണ്ടുമല്ലി കൃഷീൻ്റെ ഓണത്തിനോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷി ചെയ്യാന്നിങ്ങനെ ഇത് കണ്ടത്, പ്രതിവട്ടം കണ്ടത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാമെന്നിങ്ങനെ ഒരു ഇത് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് പോയി പ്രതിവട്ടം എല്ലാം കൂടി അങ്ങനെ പോയി ഇതിൽ മേടിച്ചിട്ട് വന്നു. ഇവരാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങളെല്ലാം നടത്തൽ. പണിക്കാരെ നമ്മൾ പണിയെടുക്കും. അങ്ങനെ നട്ടു നല്ല രീതിയിൽ ഇപ്പോൾ ആയി. മെയിനായിട്ട് നമ്മൾ ഓണത്തിന് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതാക്കിയിട്ടുള്ളത്. പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കാനും റീൽസ് ചിത്രീകരണത്തിനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലി 2 സൈഡുകളിലായിട്ടാണ് ഇവരിങ്ങനെ നട്ട് വളർത്തിയിട്ടുള്ളത്. ഒരു വീടിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണിത്. നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ഗുണ്ടൽപേട്ടിലേക്കുള്ള ആൾക്കാരുടെ തിക്കും തിരക്കുമാണ്. അപ്പോൾ അവിടെയും ഇതേ ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാനുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ അവരുടെ വീട്ടുമുറ്റത്താണ് ഇത്തരത്തിൽ അവരുടെ സ്ഥലം വിനിയോഗിച്ചിരിക്കുന്നത്. ഓണക്കാലത്ത് എല്ലാവരും കാണേണ്ട ഒരു നല്ല കാഴ്ച തന്നെയാണിത്. പൂക്കൃഷിക്ക് ശേഷം സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. മനസ്സ് വെച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്തും പച്ചക്കറിയും പൂക്കളും സമൃദ്ധമായി കൃഷി ചെയ്യാമെന്ന് ഇവർ തെളിയിച്ചിരിക്കുകയാണ്. ഓണത്തിന് മുൻപ് കുടുംബത്തോടൊപ്പം ഇവിടെ എത്തിയാൽ മനോഹരമായ ചിത്രമെടുത്ത് മടങ്ങാം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.